ലൈഫ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടത്, ഏകദേശം ഒരു 2 മാസത്തോളം ആയിട്ടുണ്ടാവും. അപ്പോൾ വെക്കേഷൻ തുടങ്ങിയ കാരണം കൊണ്ട് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ നേരം കിട്ടാറില്ല. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ തൃശ്ശൂർക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ തിരുവമ്പാടിയാണ് വന്നിട്ടുള്ളത്. കുറേ നാളായി തിരുവമ്പാടി വരണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് തന്നെ ആനപ്പുറത്ത് എഴുന്നള്ളി നിൽക്കുന്ന കണ്ണനെയാണ് എനിക്കിന്ന് കാണാൻ സാധിച്ചത്. മനസ്സറിഞ്ഞ് തൊഴാൻ പറ്റി. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് പാറമേക്കാവിലോട്ടാണ്. പാറമേക്കാവിലെത്തി ഏകദേശം നടടയ്ക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് അങ്ങനെ തൊഴുതിറങ്ങി നമ്മൾ വടക്കുന്നാഥം പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ വടക്കുന്നാഥം 11 മണിയാകുമ്പോൾ അടയ്ക്കും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം തന്നെ സമയം 11:30 പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് ബാക്ക് ടു സ്കൂൾ പർച്ചേസിങ്ങിനാണ്. അതിനായിട്ട് ഇപ്രാവശ്യം നമ്മൾ ചൂസ് ചെയ്തത് മനോരമയുടെ അവിടെയുള്ള എഡ്യൂമാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ പോകുന്നത്. എന്തായാലും വന്നത് ഒട്ടും നഷ്ടമായില്ല എന്ന് എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ തോന്നി. എന്തായാലും നിങ്ങളും ഒരു പ്രാവശ്യം ഇവിടെ വന്നൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കി നോക്കുക. കാരണം നമ്മൾ കാണാത്ത അത്ര ഐറ്റംസ് ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളത് കേട്ടോ. അത് ക്രാഫ്റ്റിലായാലും പെയിൻറ്റിങ്ങിലായാലും ക്യാൻവാസിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടു, മരത്തിലൊക്കെ നമുക്ക് വീടിൻ്റെ പേരൊക്കെ എഴുതി വെക്കാനായിട്ട്, വീടുകളൊക്കെ എന്താ പറയുക അലങ്കരിക്കാനൊക്കെ പറ്റുന്ന ഐറ്റംസാണ്. അതുപോലെ നമുക്ക് എന്താ പറയുക ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഒക്കെ അഫോർഡബിൾ പ്രൈസിലേ ഉള്ളൂ. ഇങ്ങനെ കുട്ടികളൊക്കെ കുറേ പേര് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് എഡ്യൂമാർട്ട്. ഈ കാണുന്നത് നമ്മുടെ ബൊമ്മകൾക്കൊക്കെ എന്താ പറയുക ഒട്ടിക്കുന്ന കണ്ണുകളാണ് കേട്ടോ. അതിൻ്റെ പല സൈസുകളും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എണ്ണിയാൽ തീരാത്തത്ര ഐറ്റംസ് ആണ് എല്ലാ സെക്ഷനിലും വന്നിട്ടുള്ളത്. ഈ കാണുന്ന ബീഡ്സ് വർക്കല്ല, ബീഡ്സൊക്കെ നമുക്ക് മാല, വള, കമ്മലൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, അതായത് ക്രാഫ്റ്റ് പോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഇതൊക്കെ സെറ്റൊക്കെ 70 രൂപ മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് സെല്ലോ ടൈപ്പ് തന്നെ ഇങ്ങനത്തെ പിക്ചർ വർക്കൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇതിന് വേറെ എന്തൊരു പേരാണ് അവർ പറഞ്ഞത്, അത് എക്സാക്ട് നെയിം എനിക്കറിയില്ല. എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൽ ഒരുപാട് കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒട്ടനവധി ഉണ്ട്. പിന്നെ അവിടുന്ന് നേരെ ക്യാപ്പൊക്കെ നോക്കാൻ പോയി. ചുമ്മാ ഒരു ക്യാപ്പ് കാണുമ്പോൾ നമ്മളതൊന്ന് വെച്ച് നോക്കി 2 ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് എന്താ പറയുക ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുട്ടികളുടെ സോക്സ്, മോൻ്റെ സോക്സ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 45 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു സോക്സ് മേടിച്ചു. പിന്നെ അങ്ങനെ നേരെ പോയത് ഈ കാണുന്നത് മുഴുവൻ നെയിലിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നെയിലിൽ. അത്യാവശ്യം എന്താ പറയുക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഓവർ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ കണ്ണുടക്കിയത് ഈ സാധനത്തിലാണ്. നമ്മൾ മറ്റേ ഗോവയിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ മെടഞ്ഞ മുടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ അവൈലബിൾ ആണ്. റേറ്റും അഫോർഡബിൾ തന്നെയാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബണ്ണുകളുടെ കളക്ഷൻസ് ഒട്ടനവധി ഉണ്ട്. സെറ്റൊക്കെ 20 രൂപ 30 രൂപ മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഞാൻ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ബണ്ണുകളിലായാലും ഒരുപാട് കളക്ഷൻസ് കാണുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഷോപ്പുകളിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ മേക്കപ്പ് ഐറ്റംസും ഒരുപാടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ടെമ്പററി ആയിട്ടുള്ള ടാറ്റു ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ 10 രൂപയ്ക്കാണ് ഈ ടാറ്റുവിനൊക്കെ റേറ്റ് വരുന്നത്. ഞാനിതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ടെന്ന് വിചാരിച്ചു. എന്തായാലും മോഹം കാരണം കൊണ്ട് റിയലായിട്ട് ടാറ്റു അടിക്കാൻ ഉള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. എന്തായാലും ഞാനത് വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഒട്ടിച്ച് നോക്കട്ടെ, എന്നിട്ട് അതിൻ്റെ എന്താ പറയുക ഫീഡ്ബാക്ക് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പിന്നെ മാലകളുടെ സെക്ഷനിലോട്ടാണ് പോയത്. മാലകളും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ മഞ്ജു വാര്യർ ട്രെൻഡിങ് ആക്കിയിട്ടുള്ള താമരമാലയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സാധാരണ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് പിങ്കും എന്താ പറയുക ഗ്രീനാണ്. പക്ഷേ ഇവിടെ കണ്ടത് ബ്ലാക്കും ഗ്രീനാണ് കേട്ടോ. അതും 2
290 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. പിന്നെ ദേ ഒറ്റ ചോക്കറായിട്ട് വരുന്ന താമരമാല കേട്ടോ, അതും അത്ര പ്രൈസ് ഒന്നും വരുന്നില്ല. പിന്നെ സെറ്റ് സാരിയുടെ കൂടെ അല്ലെങ്കിൽ നോർമൽ സാരിയുടെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ താമരമാലയും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഞാൻ കാണുന്നത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, വേറെ സ്ഥലത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ലോങ് ആയിട്ടുള്ളത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് പണ്ടേ എനിക്കൊരു വീക്ക്നെസ് ആണ്, അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഒരെണ്ണം പോലും ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കി ഭംഗിയുണ്ടോ എന്നൊക്കെ 2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്പെക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക കണ്ണിന് തന്നെ ഒരു പ്രത്യേക കൂളിംഗ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇങ്ങനത്തെ മിററുകൾ അടിപൊളിയായിരുന്നു, പല പല ടൈപ്പിൽ പെടുന്ന മിററുകളുണ്ട്, ഒട്ടനവധി സാധനങ്ങളുണ്ട്, എണ്ണിയാൽ തീരില്ല അത്രമാത്രം ഐറ്റംസ്, ഒരുപാട് കളക്ഷൻസും ഇവിടെ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്റ്റിക്കറുകൾ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ, എൻ്റെ മോനും സ്റ്റിക്കറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റും, നമ്മുടെ ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഒട്ടനവധി കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിലെല്ലാറ്റിലും നമുക്ക് നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പല ഫ്രെയിമുകളുണ്ട്, പല മോഡലുകളുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഇതാണ് കേട്ടോ, ഈ ഫ്രെയിമാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് ഹാങ് ചെയ്യിക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ പല പല മോഡലുകളുണ്ട്, സ്ക്വയർ ഉണ്ട്, റൗണ്ട് ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ച് അലങ്കരിക്കാൻ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഈ മിറർ വെച്ചിട്ടുള്ള ഫോട്ടോ ഫ്രെയിം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഞെട്ടിയതാണ്, ഇത്രയും വലിയ സ്കെയിൽ, നമ്മുടെ എന്താ പറയുക 3/4 ഭാഗത്തോളം വരുന്ന സ്കെയിലാണ് കേട്ടോ. ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല, അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്രയും വലിയ സ്കെയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയ സ്കെയിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അളക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിരിക്കുന്നു, അതായത് സ്ഥലം അളക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ സ്കെയിൽ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഞാൻ മോന് വേണ്ടിയിട്ടുള്ള ക്രയോൺസിൻ്റെയും പെൻസിലിൻ്റെയും എല്ലാറ്റിൻ്റെയും കൂടിയിട്ടുള്ള സെറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ചെറിയ സെറ്റും ഉണ്ട്, വലിയ സെറ്റും ഉണ്ട്. അപ്പോൾ അതിൽ ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പിന്നെ അതാ ചന്ദനത്തിരിയൊക്കെ വെക്കുന്ന ടൈപ്പിലൊക്കെ പെടുന്നുണ്ട്. അതുപോലെ ടീ കോഫി ഷുഗർ വരുന്ന ഇങ്ങനത്തെ ബോക്സൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട് കേട്ടോ, നമുക്ക് വീടൊക്കെ അലങ്കരിക്കാൻ പറ്റും. അതുപോലെ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ് ഈ സാധനം കേട്ടോ. നിലത്ത് വീണ പൊട്ടും, എന്നാലും കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഇവിടെ ഇല്ലാത്ത ഒരു ഐറ്റംസ് പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് ചായ കുടിക്കണ ഈ കപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഷേപ്പാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത് കേട്ടോ. കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളൊക്കെ നോക്കിട്ടോ, ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം വെറൈറ്റി മോഡലുകളൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റുന്ന വാട്ടർ ബോട്ടിൽ, അതുപോലെ വെളിച്ചെണ്ണ ഓയിലൊക്കെ വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ, പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓവൻ, എല്ലാ ഐറ്റംസും ഉണ്ട്. അതുകൂടാതെ സ്റ്റേഷനറി ഐറ്റംസും ഒരുപാടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് എഡ്യൂമാർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ബുക്സൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ ബുക്ക് സ്റ്റാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഭയങ്കര വെള്ളം ദാഹം, അപ്പോൾ ഒരു ജ്യൂസ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും മോനൊരു ബാഗ് കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാഗിനൊക്കെ അപ് ടു 50% വരെ ഓഫ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏതാ എടുക്കണ്ടേന്നുള്ള ഒരു കൺഫ്യൂഷന് പുറത്ത് നിൽക്കായിരുന്നു. അപ്പോൾ ആ ബാഗ് വേണോ ഈ ബാഗ് വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ. എല്ലാ ബാഗുകൾക്കും ഓൾമോസ്റ്റ് ഓഫറുകളൊക്കെ ഉണ്ട്, പല ഓഫേഴ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ബോക്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ലഞ്ച് ബോക്സുകളും ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എനിക്കിതാ ഈ ബാഗാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നേരെ ബുക്ക് സ്റ്റോളിലേക്ക് കടന്നു. ബുക്ക് സ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം ഉണ്ട്. തന്നെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റി പുസ്തകങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിരുന്നു ഞാൻ വെക്കേഷന് മുമ്പായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനും അവർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആവാനൊക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല എല്ലാ റൈറ്റേഴ്സിൻ്റെ ഓൾമോസ്റ്റ് പുസ്തകങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിനുള്ള ഐറ്റംസൊക്കെ തേടി നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട, എഡ്യൂമാർട്ടിൽ വന്നാൽ മതി. ഇവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഈ ബുക്സ് ആയാൽ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി പുസ്തകം തന്നെ ഇവിടെ ഒട്ടുമിക്കതും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതായത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും സ്കൂളൊക്കെ തുറക്കാൻ പോവുക
പോവാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഓഫേഴ്സുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പർച്ചേസിങ്ങും കഴിഞ്ഞു, ബില്ലും കാര്യങ്ങളൊക്കെ റെഡിയായി. നമ്മൾ നോട്ട്ബുക്കിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. നോട്ട്ബുക്കൊക്കെ ഒരെണ്ണത്തിന് 30 രൂപയ്ക്ക് ആവുന്നുള്ളൂ. ക്ലാസ്മേറ്റ്സിൻ്റെ ആവുമ്പോൾ 20% ഡിസ്കൗണ്ട് ഉണ്ട്. വാട്ടർ ബോട്ടിലൊക്കെ 119 രൂപയ്ക്കൊക്കെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ അതൊക്കെ പർച്ചേസ് ചെയ്തു. അത്യാവശ്യം ബാക്ക് ടു സ്കൂളിലേക്കുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ എഡിമാർട്ടിൽ നിന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ എഡിമാർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്താണ്. മനോരമ ഓഫീസിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരും. എഡ്യൂമാർട്ടാണ് കേട്ടോ. അപ്പോൾ പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പോകാത്തവരുണ്ടെങ്കിൽ പോയി നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കാൻ ബിനിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. വിശന്ന് എന്താ പറയുക, കണ്ണൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ മണി 2-2:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ബിരിയാണി റൈസാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. റൈസ് 100 രൂപയുടെ റൈസാണ് അത്, പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ബർഗറാണ് പറഞ്ഞത്, പക്ഷേ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, കഴിക്കാൻ അത്ര പോരാ. എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ ബിരിയാണി റൈസ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. വേറെ എന്തോ ഫ്ലേവറൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഐസ് പോട്ടിൻ്റെ കുക്കീസ് ആൻഡ് ക്രീം, എന്താ പറയുക, കോലൈസ് വാങ്ങി കഴിച്ചു. അതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. ഓവർ മധുരമുള്ള പോലെ എനിക്ക് തോന്നി. ഇത് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ബിനി ഹെറിറ്റേജിൽ നിന്ന് അങ്ങനെ പോരാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തും കൂടി കയറാണ്ട് കേട്ടോ. ബുക്ക് ബൈൻഡിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകം കൂടി വാങ്ങിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇത് ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ ബൈ ബൈ, സീ യു.